തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയുടെ ഭീകര സംഘടനയുടെ ആയുധ സംഭരണ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി ഇസ്രായേൽ പ്രതിരോധ സേന. ഇസ്രായേലിനെതിരെ ഭീകരർ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി രഹസ്യവിവരം കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചടി നടത്തിയത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഭീകരർ ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് തയ്യാറെടുത്തത്. അതേസമയം ഏതാനും ദിവസങ്ങളായി ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു IDF. എന്തായാലും ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. രാജ്യത്തിനെതിരായ ഭീഷണികളെ ചെറുക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും മേഖലയിലെ ഭീകരർക്ക് ശക്തമായ തിരിച്ചടി നൽകിയതായും ഒടുവിൽ IDF വൃത്തങ്ങൾ അറിയിച്ചു. US ഫ്രഞ്ച് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ പദ്ധതി പ്രകാരമാണ് ഇസ്രായേലും ലബനനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത്. ഇതുപ്രകാരം ലബനൻ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ ഇസ്രായേൽ സേന പിൻവലിച്ചിരുന്നു. എന്നാൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇറാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഹമാസിനെ ഒറ്റപ്പെടുത്തുക, ആയുധ സംഭരണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതെന്നും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഹമാസിന്റെ ഏരിയൽ യൂണിറ്റിന്റെ മേധാവിയെ വകവരുത്തി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ നിതാൽ അൽ നജറിനെയാണ് IDF വധിച്ചത്. സൈനികരെ വധിക്കാൻ സ്ഫോടക വസ്തുക്കളും ആളില്ലാ വിമാനങ്ങളും നിർമ്മിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഭീകരനെയാണ് സൈന്യം തുടച്ചു നീക്കിയിരിക്കുന്നത്. ഡിസംബർ 3-ന് നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരനെ വധിച്ചത്. ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയുടെ സഹായത്തോടെയാണ് സൈന്യം പദ്ധതി നടപ്പിലാക്കിയത്. ഇസ്രായേൽ പൗരന്മാർക്കും സൈനികർക്കുമെതിരെ പ്രവർത്തിക്കുന്ന ആരെയും വച്ചുപൊറുപ്പിക്കില്ലെന്ന് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സൈനികരെ ലക്ഷ്യമിട്ട് ടണൽ ഷാഫ്റ്റ് കണ്ടെത്തിയതായും IDF പറഞ്ഞു. ഇതും അനുബന്ധ സാമഗ്രികളും IDF തകർത്തു. വിമതസേന പിടിച്ചെടുത്ത സിറിയയിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ബഷാറുൽ അസദിന്റെ കാലത്തെ ആയുധങ്ങൾ വിമതരുടെ കൈവശം എത്താതിരിക്കാനാണ് ഇവിടെയും ഇസ്രായേൽ ആക്രമണം നടത്തിയത്. സുവൈദയിലെ ദൽഹലാഹ വ്യോമതാവളത്തിലെ ആയുധശേഖരങ്ങൾ, ദാര ഗവർണറേറ്റിലെ സൈനിക കേന്ദ്രങ്ങൾ, ദമാസ്കസിലെ മൊസെ വ്യോമതാവളം എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മെസെ വിമാനത്താവളത്തിലും ദമസ്കസിലെ സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിലും തലസ്ഥാനത്തെ സെൻട്രൽ സ്ക്വയറിലും വ്യോമാക്രമണം നടത്തിയിരുന്നു. അതേസമയം 74% സുന്നി മുസ്ലിങ്ങളും 13% ഷിയാക്കളും 10% ക്രൈസ്തവരുമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണ നേതൃത്വം ഇപ്പോൾ ഭീകരബന്ധമുള്ള സായുധ സംഘത്തിന്റെ കൈകളിൽ എത്തുകയാണ്. ഇനി ഭാവി എന്താകും എന്നാണ് സിറിയയുടെ ആശങ്ക. ലോകത്തെ വൻശക്തി രാജ്യങ്ങൾ ഒന്നും പ്രശ്നത്തിൽ ഉടൻ തന്നെ ഇടപെടാൻ തയ്യാറല്ല. സ്ഥിതി നിരീക്ഷിക്കുന്നു എന്നാണ് അമേരിക്ക പോലും ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്.